എവ്രിവൺ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കൊച്ചിയിലെ ടിങ്കർ സ്പേസിലാണ്. നമ്മളിപ്പോൾ ഇവിടെ WTCയുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓഫ് MES കോളേജ് വളാഞ്ചേരിയും കൂടി കൊളാബ് ചെയ്ത് നടത്തുന്ന ഒരു ഇന്റർവ്യൂ സെഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ടിങ്കർ ഹബ് ഈസ് എ നോൺ പ്രോഫിറ്റ് കമ്മ്യൂണിറ്റി ദാറ്റ് ഹെൽപ് സ്റ്റുഡൻസ് ലേൺ ടെക്നോളജി ത്രൂ പ്രാക്ടീസ്, കൊളാബറേഷൻ ആൻഡ് റിയൽ വേൾഡ് പ്രൊജക്ട്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടിങ്കർ ഹബിലെ ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ലീഡായ അരുന്ധതി കൃഷ്ണയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Hi, so could you start by telling your journey and what inspired you to be a social entrepreneur? എൻ്റെ പേര് അരുന്ധതി. ഞാൻ ടിങ്കർ ഹബിലെ കമ്മ്യൂണിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, ഞാൻ ഒരു കമ്മ്യൂണിറ്റി പേഴ്സണാണ്. ആൾക്കാരാണ് എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്നത്. എന്നെ ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആക്കും. പീപ്പിളുടെ സ്റ്റോറി, അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതെല്ലാം ഇസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾവേസ് ഇൻസ്പയർഡ് മീ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മെജോറിറ്റി ഏരിയാസും ആർ അറൗണ്ട് പീപ്പിൾ. ഞാൻ 22 ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. SCT ട്രിവാൻഡ്രം അവിടെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ബീൻ 3 years സിൻസ് ഐ ഗ്രാജുവേറ്റഡ്. സോ എൻ്റെ ത്രൂ ഔട്ട് ജേർണിയാണ് അറിയേണ്ടത്, ലൈക്ക് കരിയർ ജേർണിയാണ് അറിയേണ്ടത്. ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പിക്ക് ചെയ്തത്. ബട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഓൺട്രപ്രനർ ആകണം എന്നത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. സോ SCTയിൽ ഞാൻ ഇലക്ട്രോണിക്സ് എടുത്തതിൻ്റെ റീസൺ, ഞാൻ ഏത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതിലെവിടെയെങ്കിലും ടെക് ഇൻവോൾവ് ആയിരിക്കും. ഓർ ടെക് ഒരു ക്രൂഷ്യൽ പാർട്ടാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഇൻ കേസ് നത്തിങ് വർക്ക്സ് ഔട്ട്, എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ജോബ് വേണം. ആൻഡ് എനിക്കറിയാവുന്ന, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കറിയാവുന്ന കോളേജിലുള്ള എല്ലാവരും EC ഡിപ്പാർട്ട്മെൻറ്റിലാണ് മാക്സിമം പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസിനോട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല. ഹാർഡ്വെയർ എനിക്ക് കുറച്ചും കൂടെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ EC എടുത്തത്. ബട്ട് വൺസ് ഞാൻ SCTയിൽ ചെന്നപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ജസ്റ്റ് ഒരു റാൻഡം കോളേജ് അല്ല SCT. SCT ഈസ് എ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. KSRTCയുടെ കോളേജാണ്. അപ്പോൾ ലൈക്ക് സമരമൊക്കെ ഉള്ള ഫൺ കോളേജാണ്. ആൻഡ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. ഞാൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ് ആ കോളേജിലില്ല. ഞാൻ IEEE ഉണ്ടായിരുന്നു, NSSൽ ഉണ്ടായിരുന്നു, IEDCയിൽ ഞാൻ മെമ്പറായിരുന്നു. സോ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റി വിട്ട് കളയരുതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വാട്ട് സ്ട്രൈക്ക് ദ മോസ്റ്റ് ഇസ് സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ അവർ ആനുവലി നടത്തുന്ന ഒരു നാഷണൽ ലെവൽ ഡിബേറ്റ് ആയിരുന്നു. അതിൽ ഞാൻ പാർട്ടേക്ക് ചെയ്തു. എൻ്റെ പാരൻസ് ആദ്യമായിട്ട് എന്നെ ഓൺ സ്റ്റേജ് ഡിബേറ്റ് ചെയ്ത് കാണുന്നത് മേ ബി ആ പ്രോഗ്രാമിൻ്റെ പാർട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് സെലക്ട് ആവുന്ന വളരെ കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരിൽ ഐ വാസ് വൺ അമംഗ് ദം. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ ഐ ഹാഡ് ഒരു എന്താ പറയുക, ആ ഒരു മൊമെൻ്ററി പോപ്പുലാരിറ്റി എനിക്കുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം കുറേ കമ്മ്യൂണിറ്റീസിനെ റീച്ച് ഔട്ട് ചെയ്ത് വെദർ ഐ വോണ്ട് ടു പിക്കപ്പ് ലീഡർഷിപ്പ് റോൾ എന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ IEEEയിലെ വിമൻ ഇൻ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. ആൻഡ് കോവിഡ് ടൈമിൽ ഞാൻ അറൗണ്ട് 6 to 7 ഇൻറ്റേൺഷിപ്പോ പാർട്ട് ടൈം വർക്കോ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടു ഗെയിൻ എക്സ്പീരിയൻസ് ആൻഡ് മേക്ക് മണി. അത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ ഈ ഡൈവേഴ്സ് ഏരിയാസ് ഉണ്ട്, AI, മെഷീൻ ലേണിംഗ്, മാർക്കറ്റിംഗ്, സെയിൽസ്, HR. ഞാൻ ചെയ്ത് ഇൻറ്റേൺഷിപ്സ് എല്ലാം മൾട്ടിപ്പിൾ ഏരിയാസിലാണ്. ബിക്കോസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ആവേണ്ടത് ഓൺട്രപ്രനറാണ്. അപ്പോൾ ബിസിനസ്സിനകത്ത് എല്ലാ ഡൊമെയിൻസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയണമായിരുന്നു. ചിലതൊക്കെ പട്ടിപ്പണിയാണ്, ബട്ട് യു ഗെറ്റ് പെയ്ഡ് അലോട്ട്. ചിലത് യു ഡോണ്ട് ഗെറ്റ് പെയ്ഡ് അലോട്ട്, ബട്ട് ദ ജോബ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് കോഡ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നൊരു കമ്പനിയിലെ മാർക്കറ്റിംഗ് ഇൻറ്റേർണായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ആ റോൾ ആൻഡ് ആ കമ്പനി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈസ് എ സ്റ്റാർട്ടപ്പ്. സോ അതിൽ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, വിച്ച് എന്നെ ഒത്തിരി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. സോ വൺസ് ഞാൻ കോളേജ് കഴിയാറായപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് BD എന്ന് പറയുന്ന റോളാണ്. അന്ന് എനിക്കതൊരു ഭയങ്കര വലിയ റോളായിരുന്നു. അറ്റ് ദ ടൈം ഞാൻ ടൈറ്റിൽസിനും പൊസിഷൻസിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാൻ BD ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കേൾക്കാനൊരു ഗുമ്മുള്ളതുകൊണ്ട് ബട്ട് മോർ ഓവർ ആ ടീം ഐ ഫൗണ്ട് റിയലി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ജോബ് ഓൾസോ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അറൗണ്ട് പീപ്പിൾ ആൻഡ് മാർക്കറ്റിംഗ്. സോ ഐ പിക്ഡ് അപ്പ് ദ റോൾ. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. ആൻഡ് പോസ്റ്റ് കുറേ മന്ത്സ് കഴിഞ്ഞതിന് ശേഷം
മെയ്ഡ് മീ ഹെഡ് ഓഫ് കസ്റ്റമർ സക്സസ് ആൻഡ് കീ അക്കൗണ്ട്സ് ഉണ്ട്. സോ ഞാൻ സംസാരിക്കുന്നതെല്ലാം വെറ്ററൻസ് ആണ്. വെറ്ററൻസ് മീൻസ് ലൈക്ക് എക്സ്പീരിയൻസ് 50-year-oldsൻ്റെ അടുത്താണ്. അന്ന് ഐ വാസ് 21, ഇന്ന് ഐ എം 26. സോ ആ ഏജിൽ ഐ വാസ് ടോക്കിംഗ് ടു അവിടുത്തെ CXOs, ഗ്രോത്ത് ഹെഡ്സ്, മിന്ത്രയിലെയോ ICICIയിലെയോ സ്റ്റാർട്ടപ്പ് മിഷനിലെയോ ഒക്കെ വെറ്ററൻസിൻ്റെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ആ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ഇസ് വൗച്ചിങ് ഓർ കൗണ്ടിങ് ഓൺ മീ. മിന്ത്രയിലെ അവരുടെ ഡയറക്റ്റ് CXO ലെവലിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു കൺവേർഷൻ ഞാൻ നടത്തും എന്ന ഒരു ഫെയ്ത്ത് എൻ്റെ മേലുള്ള ഇൻഡിവിജ്വൽ ഓർ ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സിന് ഉണ്ട് എന്നുള്ളത് എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഓരോ കൺവേർഷനും ക്രോസ് സെയിലും എല്ലാം എനിക്കൊരു വിന്നായിരുന്നു. അങ്ങനെ വർക്ക് ദെയർ ഫോർ എ വൈൽ, ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ വാണ്ടഡ് ടു എക്സ്പ്ലോർ സംതിങ് എൽസ്. ആൻഡ് ഐ വാസ് പ്രിറ്റി ഷുവർ പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് when TinkerUp came as an opportunity, I was like, I want to give it a try. So TinkerUpil ഞാൻ ജോയിൻ ചെയ്തിട്ട് ഐ തിങ്ക് 2-3 days ബാക്ക് 2 years കംപ്ലീറ്റ് ആയി. ജോയിൻ ചെയ്തപ്പോൾ പ്രോഗ്രാം മാനേജറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. മേജറായിട്ട് ഞാൻ എന്നെ ഹയർ ചെയ്തത് ആക്ച്വലി ടിങ്കറാക്ക് എന്ന് പറയുന്ന ഒരു ഹാക്കത്തനും വിമൻ മേക്കർ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ദെൻ ലാസ്റ്റ് ഇയർ ക്യാമ്പസ് കമ്മ്യൂണിറ്റി റൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ഇറ്റ്സ് വൺ അമംഗ് the best periods of my life. And I'm here. അപ്പോൾ നിങ്ങളിപ്പോൾ വാരിയസ് ഡൊമൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, AI, മെഷീൻ ലേണിംഗ്, റിസർച്ച്, മാർക്കറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കരിയറിൽ ഷേപ്പ് ചെയ്തത്? മേ ബി അത് മാത്രമായിരിക്കില്ല. ഞാൻ ഇപ്പോൾ പോയിന്റേഴ്സ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, കോളേജിൽ ഞാൻ ആദ്യം എടുത്ത റോള് ഇക്കോക്യൂർ ടെക്നോളജി എന്ന് പറയുന്നൊരു കമ്പനി. ആക്ച്വലി എൻ്റെ അച്ഛൻ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റ് പേഴ്സെ സസ്റ്റൈനബിലിറ്റി അറൗണ്ടുള്ളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അപ്പോൾ അതൊരു കമ്പനി ആ പ്രൊജക്റ്റ് വാങ്ങിയിരുന്നു. ആൻഡ് അവർ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ വിക്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ആ ടൈമിൽ ആക്ച്വലി ChatGPT ഒന്നുമില്ല. ആൻഡ് ഞാൻ റാൻഡം കാര്യങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വിക്സിൽ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സോ കണ്ടൻറ് റൈറ്റിംഗ് ആണ് ബേസിക്കലി ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു റോള്. എൻ്റെ ഫസ്റ്റ് വന്നത് 2018 സമയത്തെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനൊരു കമ്പനി ഉണ്ടായിരുന്നു, കോർഡി എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പേഴ്സണലൈസ് PC പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ freelancer.com എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് ഞാൻ കണ്ടൻറ്റ് എഴുതുമായിരുന്നു. അപ്പോൾ ഓരോ കണ്ടൻറ്റിനും 1500 തൊട്ട് 2000 രൂപ വരെ കിട്ടും. അപ്പോൾ ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി പാരൻസിൻ്റെ അടുത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കം ഫ്രം അങ്ങനെ പ്രിവിലേജ് ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതുകൊണ്ടല്ല, ബട്ട് ഐ വാണ്ടഡ് ടു മേക്ക് സംതിങ് എൻ്റെ പേഴ്സണൽ ചിലവിന് വേണ്ടി ഉപയോഗിക്കാൻ. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരുന്നു പ്രൈമറിലി ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങാനുള്ള റീസൺ. ഇൻറ്റേൺഷിപ്പ് അല്ലാതെ എനിക്കൊന്ന് അക്യുബിറ്റ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻറ്റേൺഷിപ്പ്. ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പും ജോബും ആ ജോബിനായിരുന്നില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് പീപ്പിൾ ഹു ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത്. ഞാനത് ഒരു നോട്ടായിട്ട് എൻ്റെ ലിങ്ക്ഡിനിൽ എഴുതിയിട്ടിട്ടുണ്ട്. ആൾക്കാർ എന്നോട് എപ്പോഴും ചോദിക്കും, എൻ്റെ പ്രൊഫൈൽ കാണുമ്പോൾ എടുത്തിട്ടുള്ള ഇൻറ്റേൺഷിപ്സ് തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ HR റോൾസ് എടുത്തിട്ടുണ്ട് ബിസി ബ്രെയിൻസ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വിക്സിൽ. കണ്ടൻറ് റൈറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അക്യുബിറ്റ്സിൽ ഞാൻ ചെയ്ത റോൾ വാസ് AI ഇൻറ്റേൺ, മെഷീൻ ലേണിംഗ് AI ഇൻറ്റേൺ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം ഡേറ്റ മാനേജ്മെൻറ്റ് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ USTയിൽ ഞാൻ പ്രോഗ്രാം മാനേജറായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ലേൺ സ്റ്റുഡൻറ്റ് അംബാസഡർഷിപ്പ് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡ് ഓഫ് ഡ്യൂട്ടിയിൽ ഞാൻ മാർക്കറ്റിംഗ് ഇൻറ്റേർനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. TSD ഹോംസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ എൻറ്റയർ ഓപ്പറേഷൻസ് ഇൻറ്റേർനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡൈവേഴ്സ് ഏരിയയിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോഴും ഞാൻ പ്രൈമറിലി നോക്കിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൾക്കാർ എന്നെ ഒത്തിരി ക്യൂരിയസ് ആക്കാറുണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഫീൽ ലൈക്ക്, എനിക്ക് ഇയാളുടെ അടുത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സ്പെക്റ്റീവ്സും വിഷനും കാണുമ്പോൾ ഐ ഫീൽ കി ദിസ് ഇസ് സംബഡി ഐ വോണ്ട് ടു വർക്ക് വിത്ത്. ആൻഡ് ഞാൻ ആ ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, എപ്പോഴെങ്കിലും ക്യാൻ ഐ വർക്ക് വിത്ത് യു എന്നത് ഞാൻ വളരെ ഓപ്പണായിട്ട് ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ചോദിച്ച് എന്നിൽ
കോൺഫിഡൻസ് തോന്നിയിട്ടുള്ളതോ കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ആൾക്കാർ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുമുണ്ട്. സോ ഇറ്റ്സ് മോർ അബൌട്ട് ദ പീപ്പിൾ ആൻഡ് ദെയർ വിഷൻ വിച്ച് ഹാസ് ഓൾവേസ് ഇൻസ്പയർഡ് മീ. ചില ആൾക്കാരുടെ അടുത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് തോന്നും. ആ ഇൻഡിവിജ്വൽ ഏത് ഡൊമെയിനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് അപ്പം മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇൻഡിവിജ്വൽ സംസാരിക്കുന്നതും ചെയ്യുന്നതും എഗെയിൻ ആ റോളും അല്ല, അത് എവിടെ നിന്നാണ് ആ തോട്ട് വരുന്നത്, ആ ഇൻഡിവിജ്വലിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ ബീൻ വെരി ഫോർച്ചുനേറ്റ്. അങ്ങനെ ഒത്തിരി ടീംസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് ഇൻറ്റേൺഷിപ്പ് മാത്രമല്ല, കമ്മ്യൂണിറ്റീസ് ആയാലും ഇറ്റ്സ് ദ സെയിം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം IEEE, IEDC, NSS അങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ഇയർ കഴിഞ്ഞതിന് ശേഷം ഗ്ലോബൽ ഷേപ്പേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു സബ്സിഡറി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാ വർഷവും അവർ ഓരോ ഹബിനെയും റെപ്രസെൻ്റ് ചെയ്ത് ഓരോ ആൾക്കാരെ കംപ്ലീറ്റ്ലി ഫണ്ടഡ് ആയിട്ട് സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകും, ആ ഹബിനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞ് ഉള്ള ആ വർഷം എൻ്റെ ഫസ്റ്റ് ജോബിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ട്രാവൻകോർ ഒരു ട്രിവാൻഡ്രം ഹബിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് UN-ൻ്റെ ഒഫീഷ്യൽ സ്പേസിൽ വെച്ചിട്ട് UN എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വേൾഡ് എക്കണോമിക് ഫോറം എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ട്രിവാൻഡ്രം ഹബിൻ്റെ ഒരു മേജർ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ബ്ലഡ് ഡൊണേഷൻ അറൗണ്ട്. അതൊരു പാനലിലിരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ ബീൻ ഏബിൾ ടു കണക്ട് വിത്ത് വേൾഡ് ലീഡേഴ്സ്. സോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ അബൌട്ട് പീപ്പിൾ. ഞാൻ ഓരോ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് എത്തിപ്പെട്ടതും ആൾക്കാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് പീപ്പിൾ ഐ വാണ്ടഡ് ടു ബി അറൗണ്ട്. സോ അതെങ്ങനെ എൻ്റെ കരിയറിനെ ഷേപ്പ് ചെയ്തു എഫക്റ്റീവ്ലി ഒബ്വിയസ്ലി. ഇപ്പോൾ ഓരോ ഡൊമെയിനും എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയൊരു അത്യാവശ്യം ക്ലാരിറ്റി എനിക്കുണ്ട്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇഫ് ഐ എം സ്റ്റാർട്ടിങ് സംതിങ് ഓൺ മൈ ഓൺ, മോർ ദാൻ ഓരോ ഏരിയയിലും എന്ത് വർക്കാണ് നടക്കുന്നത് എന്നതിലുപരി എവിടെയൊക്കെ എന്തൊക്കെ പൊട്ടാം എന്നത് എനിക്കറിയാം. ആൻഡ് ഐ നോ ഐ എം നോട്ട് ഗുഡ് അറ്റ് എ ലോട്ട് ഓഫ് ഡൊമെയിൻസ്. സോ ഓവർ ദ ടൈം ഞാൻ കണക്ട് ചെയ്ത സെറ്റ് ഓഫ് ആൾക്കാർ, ഒരു പീപ്പിൾ ഐ വർക്ക് വിത്ത് ഓർ പീപ്പിൾ ഐ ഹവ് മാനേജ്ഡ് ഓർ പീപ്പിൾ ഹു ഹവ് മാനേജ്ഡ് മീ, ഐ നോ ആരൊക്കെ ഏതൊക്കെ ഡൊമെയിൻസിൽ നല്ലതായിട്ടുണ്ട്. സോ അഡ്വൈസ് ചോദിക്കാനോ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനോ ആരെയൊക്കെ റീച്ച് ഔട്ട് ചെയ്യാം എന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഇപ്പോൾ ടെക് ഇൻഡസ്ട്രി റാപ്പിഡ്ലി പല കാര്യങ്ങളിൽ ഇവോൾവ് ആയിട്ട് വരികയാണല്ലേ. അപ്പോൾ ആസ് എ BCA സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ടെക് സ്കിൽസ് ഇപ്പോൾ ലൈക്ക് കറൻ്റ്ലി ട്രെൻഡ് ആൻഡ് ഫ്യൂച്ചർ റണ്ണിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുണ്ടാവുക ആൻഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏതാവും? എനിക്കൊന്ന് ഓവർ പാസ്റ്റ് 1 ഇയർ ഞാൻ ടിങ്കറബിൽ വർക്ക് ചെയ്തപ്പോൾ വളരെ ഓണസ്റ്റ്ലി ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ എഡ്യൂക്കേഷനോ ടെക്കോ അറൗണ്ടോ ഉള്ള മാക്സിമം നോളജ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്റ്റുഡൻസ് ഏറ്റവും അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് താങ്കളിപ്പോൾ ചോദിച്ചത്. ബട്ട് വൺ തിങ് എഫക്റ്റീവ്ലി പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ഭയങ്കര റാപ്പിഡ്ലി ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ ജോബിന് വേണ്ടി ഏത് പെർട്ടിക്കുലർ സ്കില്ല് പഠിക്കണം എന്ന് പറഞ്ഞു തരുമ്പോൾ ഞാനത് പറഞ്ഞ് മേ ബി ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞ് ആ സ്കില്ല് റെലവൻ്റ് അല്ലാതെ പോകും. ഇപ്പം ഇന്നലത്തെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു, ഒരു ടൈമിൽ ഏറ്റവും ബൂമിംഗ് ആയി നിന്ന ഒരു റോളാണ് പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു റോള്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു റോൾ ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റ് മാനേജേഴ്സ് എന്ന് പറയുന്ന പിന്നെ വന്നൊരു റോളാണ്. അതിൻ്റെ റെലവൻസ് ഇപ്പം റൈറ്റ് നൗ ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻ. മേ ബി ഒരു ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ആ റോളിന് ഉണ്ടാവും എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഫ്ലട്ടറോ പഠിക്കുന്ന സെറ്റ് ഓഫ് കുട്ടികൾ ഒത്തിരി കൂടുതലായിരുന്നു. ഈവൻ അറ്റ് ദ മൊമെൻറ്റ് ഇറ്റ്സ് എ വെരി റെലവൻറ്റ് സ്കിൽ. ബട്ട് ഗിവൺ ദ സെയിം കോഡിങ് പഠിക്കാതെ ഒരു ആപ്പോ വെബ്സൈറ്റോ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറ്റും. ടിങ്കറബ് ലാസ്റ്റ് ഇയറിൽ നടത്തിയ 2 മേജർ പ്രോഗ്രാംസാണ് യൂസ്ലെസ് പ്രൊജക്റ്റും ടിങ്കറാക്കും. അതിൽ ടിങ്കറാക്ക് ആക്ച്വലി വിമൻ എക്സ്ക്ലൂസീവായിട്ട് നടത്തിയ ഒരു ഹാക്കത്തനാണ്. ആൻഡ് ടിങ്കറാക്ക് നടത്തിയ ടൈമിൽ ഞങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. തൊടുപുഴ ഉള്ളൊരു കോളേജാണ് ന്യൂമാൻ എന്ന് പറയുന്നൊരു കോളേജ്. അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു പ്രോഗ്രാം മാനേജ് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ടൈമിൽ ആ ഇൻഡിവിജ്വലിന് ഒരിക്കലും ഐഡിയ ഉണ്ടാവില്ല അവർ നടത്തുന്ന പ്രോഗ്രാം ഇമ്പാക്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാരെ ആക്ച്വലി അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ഈ ഹാക്കത്തൺ ഓവർനൈറ്റ് നടക്കുന്ന ഹാക്കത്തൺ. അപ്പോൾ രാത്രി ഒരു ഈവനിങ് ഒരു 7-8 മണിയാകുമ്പോൾ ഇവിടുന്ന് കാർ എടുത്ത് ഞങ്ങൾ 4 പേര് കേരളം മുഴുവൻ ട്രാവൽ ചെയ്യാണ്. ഓരോ കോളേജിലും ഈ ഹാക്കത്തൺ എങ്ങനെയാണ് നടക്കുന്നത്, പിള്ളേരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ രാത്രി 10:30-10:45 ആകുമ്പോഴാണ് നമ്മൾ ന്യൂമാൻ കോളേജിൽ എത്തുന്നത്.
അപ്പോൾ 6 മണിക്ക് 4-5 മണിക്ക് എങ്ങാണ്ട് ഹാക്കത്തൺ തുടങ്ങി. ഈ കോളേജിൽ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. ആൻഡ് അവർ 4-5 വർഷമായിട്ട് അവരുടെ കമ്പ്യൂട്ടർ ലാബ് ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ടീച്ചറിൻ്റെ എന്താ പറയുക ഒരു പുഷിൻ്റെ പുറത്താണ് ഈ ഹാക്കത്തൺ ആ കോളേജിൽ നടക്കുന്നത്. അവിടെ ടിങ്കറപ്പ് ക്യാമ്പസ് കമ്മ്യൂണിറ്റി പോലും ഇല്ല. അവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് BSc ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റുഡൻസാണ് ഹാക്കത്തൺ അറ്റൻഡ് ചെയ്യാൻ ആ കമ്പ്യൂട്ടർ ലാബിലിരിക്കുന്നത്. ആൻഡ് 4-5 വർഷത്തിന് ശേഷം ഈ ഹാക്കത്തണിന് വേണ്ടിയാണ് അവർ ആ ലാബ് തുറക്കുന്നത് എന്നാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കുട്ടികൾ ആക്ച്വലി കോഡ് ചെയ്തിട്ടില്ല, അവരുടെ ലൈഫ് ടൈമിൽ അവർ കോഡ് ചെയ്തിട്ടില്ല. ടിങ്കർ സ്പേസിൽ വരുന്ന ഒരു 3 മെൻറ്റേഴ്സിനെയായിരുന്നു നമ്മൾ ആ കോളേജിലോട്ട് അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ 10:45 ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇവർ ഗിറ്റ് ഹബ് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ മെൻറ്റേഴ്സ് ഗിറ്റ് ഹബ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഡേ രാവിലെ 10 മണി വരെയാണ് ഈ ഹാക്കത്തൺ നടക്കുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് കുഴപ്പമില്ല, ഇതൊരു ലൈക്ക് ബിഗിനർ ലെവൽ ഹാക്കത്താണ്. ഇവർ പ്രൊജക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇവർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കാര്യം പഠിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാ കോളേജും വിസിറ്റ് ചെയ്ത് രാവിലെ 10 മണി എങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്പേസിലെത്തി ഞങ്ങൾ ഡാഷ്ബോർഡ് തുറന്നു നോക്കിയപ്പോൾ ആ കോളേജിൽ ഒരു ടീം ഒഴികെ ബാക്കി എല്ലാ ഗ്രൂപ്പും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കോഡിംഗ് പഠിക്കാത്ത സെറ്റ് ഓഫ് കുട്ടികൾ വളരെ ചെറിയ സ്പാൻ ഓഫ് ടൈം, മേ ബി ഇവർക്ക് 5 മണിക്കൂറായിരിക്കും ആ സാധനം ബിൽഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവുക പഠിച്ചതിന് ശേഷം. അവർ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കിയത്. പക്ഷേ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും അതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. അവരത് ഉണ്ടാക്കി എന്നത് മാത്രമല്ല, ആ പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാൽ മേ ബി എൻ്റയർ ടിങ്കറാക്കിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ ഉണ്ടാക്കിയത് ആർട്സ് ആൻഡ് സയൻസ് ന്യൂമാൻ കോളേജിൽ പഠിക്കുന്ന ഗേൾസ് ആയിരിക്കും ഉണ്ടാക്കിയത്. കാരണം അവർ പഠിച്ച കാര്യങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയിലോ അവർ പഠിച്ച കണ്ടൻറ്റാണ് അവർ ആ സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ്ലി പഠിക്കാൻ പറ്റുന്ന എബിലിറ്റി എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് വൺ സ്കിൽ ഐ വിൽ സജസ്റ്റ് യു ടു ബിൽഡ്. ഫോർ എക്സാമ്പിൾ റെപ്ലിറ്റോ അല്ലെങ്കിൽ ലവബിളോ എങ്ങനെ റൈറ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, ഓർ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ എന്ത് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ, ഇല്ലെങ്കിൽ അതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നതിനായിരിക്കും ഞാൻ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക റാദർ ദാൻ എന്ത് ടൂള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. ബിക്കോസ് ടൂൾസ് നിങ്ങൾക്ക് എപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി അതിൽ നിങ്ങൾക്ക് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. പക്ഷേ എങ്ങനൊരു പ്രോബ്ലമിനെ റീച്ച് ചെയ്യാം, അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാം, വെറുതെ റാൻഡമായിട്ട് നിങ്ങൾക്കൊരു സാധനം ബിൽഡ് ചെയ്യാൻ പറ്റുമോ, കോഗ്നേറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഓർ മൾട്ടിപ്പിൾ ഇൻ്റർഡിസിപ്ലിനറി സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം, മൾട്ടിപ്പിൾ ഡൊമെയിനിലുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലബ് ചെയ്ത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ. ഇപ്പം ന്യൂമാൻ കോളേജിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതും പറയാം. സ്പേസിൽ ആക്ച്വലി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്ത് നിന്നൊരാൾ നോക്കുമ്പോൾ മേ ബി മെഡിക്കൽ റെക്കോർഡ്സ് മാനേജ് ചെയ്യുക എന്നത് മാത്രമായിരിക്കാം എന്താ പറയുക ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇൻ മെഡിക്കൽ ഏരിയ. പക്ഷേ ഇന്നലെ ഒരു കോൺവെർസേഷൻ്റെ ഇടയിലായിരുന്നു വന്നത്, സർജറിയുടെ ഇടയിൽ എത്ര ബ്ലഡ് ലൂസ് ആവുന്നു എന്നുള്ളത് ചില സമയത്ത് ഗുവാഷ് ഉണ്ടോ കോട്ടൺ പാഡ് യൂസ് ചെയ്ത് ഇത് ഒപ്പിയതിന് ശേഷം ഡിസ്പോസ് ചെയ്യുമല്ലോ, തിരിച്ച് അതിൻ്റെ വെയിറ്റ് എടുത്ത് ആക്ച്വലി മെഷർ ചെയ്യാറുണ്ട് എത്ര ബ്ലഡാണ് ലൂസായത്, അതനുസരിച്ചുള്ള ബ്ലഡാണ് തിരിച്ച് ബോഡിയിലോട്ട് കയറ്റുന്നുണ്ടാവുക. സോ ഇതൊരു മാനുവൽ പ്രോസസ്സാണ്. ബട്ട് ഈ ഗുവാഷ് യൂസ് ചെയ്ത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അതൊരു ഓട്ടോമേറ്റഡ് മെഷറിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്താൽ അത് ആക്ച്വലി ഡോക്ടേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ആ സ്കില്ല് ടെക് സ്കിൽ ആവശ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ പ്രോസസ്സ് അവർക്ക് തന്നെ ആക്ച്വലി ഓട്ടോമേറ്റ് ചെയ്യാം. മേ ബി ടോക്കിംഗ് ടു ഫ്യൂ ടെക് പീപ്പിൾ ആസ് വെൽ. ഇതൊക്കെ ഹൈലി പ്രൊജക്റ്റഡ് സാധനങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കാൻ ഓർ കണ്ടിന്യൂസ്ലി പഠിക്കാൻ പറ്റുന്ന എബിലിറ്റി ബിൽഡ് ചെയ്യുകയാണ് ഐ വിൽ സജസ്റ്റ് ഇസ് എ ഗ്രേറ്റ് സ്കിൽ ടു ഹാവ് റാദർ ദാൻ മീ സ്പെസിഫൈങ് ഏത് സ്പെസിഫിക് ടെക് സ്കില്ലാണ് നിങ്ങൾക്ക് പറ്റുക. ആസ് എ വുമൺ ഇൻ ലീഡർഷിപ്പ്, വാട്ട് ചാലഞ്ചസ് ആർ യു ഫേസ്ഡ് ഇൻ ടെക് വേൾഡ്? How did you overcome in this? ടെക് വേൾഡ് എന്നത് മൈറ്റ് ബി ഒരു ബിക്കോസ് അഗെയിൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ടെക് പേഴ്സൺ അല്ല. മേ ബി ഞാൻ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ടിങ്കറബിലെ സ്റ്റുഡൻസിന് വേണ്ടി കണ്ടൻറ്റ് ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ബട്ട് ആസ് എ വുമൺ ഞാൻ കരിയറിൽ എന്താ പ്രശ്നം ഓർ കൺസ്ട്രെയിൻസ് ഫേസ് ചെയ്തിട്ടുള്ളത്, ഞാനെന്ന ഇൻഡിവിജ്വൽ വളരെ എക്സ്പ്ലോറിങ് ആണ്, ഞാൻ വളരെ ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ എസ്പെഷ്യലി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ടീംസ്
when I think about it, I might have been the only member in the team who is a woman. അപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി ഈവൻ ഇഫ് അവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നോട്ട് ഹാവിങ് എ വുമൺ അറൗണ്ട് ക്യാൻ ബി എ ചാലഞ്ച്. അത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ടിങ്കറബിൾ ഞാൻ വന്ന ടൈമിൽ മെർലിൻ ഉണ്ടായിരുന്നു, റീമ ഉണ്ടായിരുന്നു. സോ ഹാവിങ് വിമൻ അറൗണ്ട് ഹാസ് ബീൻ ഹെൽപ്ഫുൾ. അത് മേ ബി വർക്ക് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ പോലും ആയിരിക്കില്ല, ബട്ട് ഒരു സെൻസ് ഓഫ് ഗേൾഹുഡ്, വുമൺഹുഡ്, എന്താ പറയുക, സൈക്കോളജി ഫോർ യു ടു ഫീൽ സേഫ്, ഹാവിങ് വിമൻ അറൗണ്ട് ക്യാൻ ബി ഹെൽപ്ഫുൾ. പേഴ്സണലി എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് കമ്പയർ ചെയ്യാൻ ഐ ഹവ് വർക്ക്ഡ് ഇൻ ടീംസ് വെയർ ഐ ഹവ് ബിൻ ദ ഓൺലി വുമൺ. അപ്പോൾ ആ ഒരു എനിക്കറിയില്ല അതെങ്ങനെ പറയുന്നത്, ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് വെൻ ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ മോർ വുമൺ അറൗണ്ട്. നിങ്ങൾക്ക് ആൾക്കാരെ കുറ്റം പറയാം, നിങ്ങൾക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. many of things you might not be able to share with. So that's one thing, ഒരു ചാലഞ്ച് ആയിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഞാൻ അറ്റ്ലീസ്റ്റ് ജോബിൽ കയറുന്ന ടൈമിൽ എൻ്റെ സർക്കിൾ ഓഫ് ആൾക്കാരിൽ മെജോറിറ്റി വിമൻ ഹാവ് നെവർ they never chose to work in a startup. MNC gives ഒരു സെൻസ് ഓഫ് സ്റ്റെബിലിറ്റി. സോ മെജോറിറ്റി എല്ലാവരും MNCസിലാണ് വർക്ക് ചെയ്യാൻ പോയത്. സോ സ്റ്റാർട്ടപ്പ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വിമൻ പൊതുവെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ചോദിക്കാനും അങ്ങനെ അധികം വിമൻ ഉണ്ടായിരുന്നില്ല. ബട്ട് അറ്റ് ദ മൊമെൻറ്റ് ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ. സോ ദാറ്റ് വിൽ ബി വൺ. സെക്കൻഡ്, ലാക്ക് ഓഫ് നോളജ് ഈസ് വൺ തിങ്. ഞാനിത് തമാശയ്ക്ക് എപ്പോഴും പറയും, ഓർ എന്നെ അറിയാവുന്ന ഒരാൾക്കാർ എപ്പോഴും പറയും, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഐ ഹവ് ബീൻ എ വെരി ഹൈ പേഴ്സൺ. ഇപ്പോഴും യു മൈറ്റ് ഫീൽ ഞാൻ ഹൈ ആണെന്ന്, ബട്ട് അന്ന് കുറച്ച് കൂടുതലായിരുന്നു. ബട്ട് ഈ ഞാൻ പറയില്ലേ, എം ടി വെസൽസ് മേക്ക് എ ലോട്ട് ഓഫ് നോയ്സ് എന്ന് പറയും. അതൊക്കെ ഞാൻ എന്നെ തന്നെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. ബട്ട് വെൻ യു ഡോണ്ട് നോ എ ലോട്ട് ഓഫ് തിങ്സ് യു സ്പീക്ക് എ ലോട്ട് അബൌട്ട് ഇറ്റ്. അപ്പം നിങ്ങൾ ആക്ച്വലി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സക്സസ്ഫുൾ വിമൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ഇഷാലിൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് ഞാൻ ആരെയാണ് കണക്ട് ചെയ്ത് തരേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരിക്കലും ഞാൻ സക്സസ്ഫുൾ ആണെന്നുള്ളത് ഞാൻ ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ ജേണി. ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാത്ത സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഐ മൈറ്റ് ബി അറ്റ് എ പ്ലേസ് വെയർ ദേ ക്യാൻ ഫീൽ ഇൻസ്പയർഡ് ഓർ എക്സെട്ര. ബട്ട് ഞാനിവിടെ വന്ന ടൈമിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഐ ഫെൽറ്റ് ദറ്റ് ഐ വാസ് എ ഹൈലി അക്കംപ്ലിഷ്ഡ് പേഴ്സൺ. അപ്പം ഞാൻ കുറേ സംസാരിക്കും. ബട്ട് വെൻ യു സ്റ്റാർട്ട് റീഡിങ് എ ലോട്ട് മോർ, വെൻ യു സ്റ്റാർട്ട് ലിസണിങ് എ ലോട്ട് മോർ, വെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് ടു പീപ്പിൾ ഹു ഹാവ് സബ്സ്റ്റൻസ് ആൻഡ് who are filled with wisdom, you change. I have been through that change and that has been really helpful. So നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ യു വിൽ സ്റ്റാർട്ട് ലേണിങ്. സോ ഈവൻ ബീയിങ് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഹു സ്റ്റഡീഡ് ഇലക്ട്രോണിക്സ് ഫോർ 4 years, how much do I know electronics at core is a question. I don't know a lot of stuff. മേ ബി ഇവിടെ വന്നിട്ടായിരിക്കാം ഞാൻ മാക്സിമം ഇവിടെ ഉള്ള ഹാർഡ്വെയർ പഠിക്കുന്ന സെറ്റ് ഓഫ് കുട്ടികളുടെ അടുത്തോ ആൾക്കാരുടെ അടുത്തോ ഞാൻ ഹാർഡ്വെയറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവാം. വിനു ഉണ്ടായിരുന്നു, വിനു സ്പേസിൽ റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് നൈറ്റ്സ് ഓവർനൈറ്റ് ഞാൻ വിനു എനിക്ക് ഈ എന്താ പറയുക, സെൻസേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്, റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് ഇരുന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലേണിംഗ് എക്സ്പീരിയൻസ് ഹാസ് ബീൻ റിയലി ബ്യൂട്ടിഫുൾ ഫോർ മീ. ബട്ട് ഐ ഓൾസോ റിയലൈസ് കി എൻ്റെ 4 years ഓഫ് എൻജിനീയറിങ്ങിൽ ഞാൻ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു വിച്ച് ഐ ഡിഡൻറ്റ് നോ, വിച്ച് ഐ എം അറ്റ് എ ജേർണി റൈറ്റ് നൗ പഠിക്കുന്നത്. സോ നോട്ട് ഹാവിങ് കോർ നോളജ്, യെസ് ഐ മൈറ്റ് ബി എ ഗ്രേറ്റ് മാനേജർ, ബട്ട് ദർ ആർ സ്കിൽസ് ഐ ഫീൽ എനിക്ക് വേണം. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ടു ക്യൂറേറ്റ് എ കരിക്കുലം, ഐ വോണ്ട് ടു ബിൽഡ് എ ലേണിംഗ് പ്രോഗ്രാം, ഐ വോണ്ട് ടു ഡിസൈൻ സംതിങ് ഇൻ എഡ്യൂക്കേഷൻ. ബട്ട് അതിന് ഹൗ മച്ച് യു ഷുഡ് ബി എ ഗുഡ് സ്റ്റുഡൻറ്റ് ഓർ എത്രത്തോളം അറിഞ്ഞിരിക്കണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ മേ ബി ഐ ഷുഡ് ലേൺ മോർ ആൻഡ് ഐ ആം ലേണിംഗ് എ ലോട്ട്. സോ യാ, ലാക്ക് ഓഫ് നോളജ് വിൽ ബി സെക്കൻഡ്. പിന്നെ ചാലഞ്ചായിട്ട് യാ, ഞാൻ വർക്ക് ചെയ്ത സെറ്റ് ഓഫ് കുറച്ച് കമ്പനീസ് ഓർ ഏരിയാസിൽ മൈ മാനേജേഴ്സ് ഹാവ് ഹാഡ് ദിസ് കൺസേൺ ഓവർ മീ. ഞാനത് ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒരു സർട്ടൻ ടീമിൽ വെൻ ഐ വാസ് വർക്കിംഗ്,
ഞാൻ ഒത്തിരി സോളോ ട്രാവൽ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലാണ്. എൻ്റെ പാരൻസിന് എന്നെ പറ്റിയുള്ള ഏറ്റവും കൺസേൺ ആണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ദറ്റ് ഇറ്റ്സ് എ ഫീച്ചർ. ഞാൻ ഒരു പെർട്ടിക്കുലർ ടീമിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് വേണ്ടി ആര് പോകണം എന്ന ഒരു കോൺവെർസേഷൻ വരുന്നതിൻ്റെ ഇടയിൽ മൈ മാനേജർ വാസ് ലൈക്ക് മറ്റേ ആൾ പോവാമല്ലോ, ലൈക്ക് ട്രാവൽ ചെയ്യാൻ ആൾക്കായിരിക്കുമല്ലോ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു. വെൻ ഹി നോസ് ദാറ്റ് ഞാൻ ട്രാവൽ ചെയ്യും എന്നുള്ളത്, ഇറ്റ് ഡസൻ കം ഫ്രം എ പ്ലേസ് ഓഫ് ബയസ്, ബിക്കോസ് ഐ നോ ദാറ്റ് ഹീ നോസ് കി ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഐ മൈറ്റ് ബി ബെറ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ. ബട്ട് ഇറ്റ് കംസ് ഫ്രം എ പ്ലേസ് വെയർ മൈ മാനേജർ ഇസ് കൺസേൺഡ് അബൌട്ട് മൈ സേഫ്റ്റി, ബിക്കോസ് ദെൻ കമ്പനി വിൽ ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി എനിക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ. സോ ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മേ ബി എന്താ പറയുക, കുറച്ച് പ്രാവശ്യം ദ മെയിൽ കൗണ്ടർ പാർട്ട് ഹാസ് ബീൻ പ്രയോറിറ്റൈസ്ഡ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. സോ ബട്ട് ഞാൻ അപ്പം തന്നെ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ മൈ റെസ്പോൺസിബിലിറ്റി ടു ഗിവ് കോൺഫിഡൻസ് ദാറ്റ് നോ, എനിക്ക് ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ വോണ്ട് ടു ഗോ എന്നത്. സോ യാ, മേ ബി ദാറ്റ് വുഡ് ബി 3 challenges that I have faced. ടിങ്കറബ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലേ, അപ്പോൾ കുറേ പേർക്ക് ഒരു ഇതുണ്ടാവും, ലൈക്ക് സാലറി അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിറ്റ് എന്നുള്ളത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവല്ലോ. അതെങ്ങനെയാണ്? എനിക്ക് നല്ല പൈസ കിട്ടാറുണ്ട്. അതിന് ഒരു പൊതു നോഷനാണ് നോൺ പ്രോഫിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ സാലറി കുറവാണെന്നുള്ളത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം എൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്ക് കിട്ടുന്ന സാലറിയിൽ കൂടുതൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് മേടിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ ഗെറ്റ് മോർ ദാൻ വാട്ട് ഗെറ്റ്സ് പെയ്ഡ് ടു ഒരു ആവറേജ് ഫ്രഷർ. ഇതെൻ്റെ സെക്കൻഡ് ജോബാണ്, ബട്ട് ഗിവൺ ദ സെയിം ഒരു ആവറേജ് ഫ്രഷറിന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഐ എം ഏർണിംഗ് പെർ മന്ത്. അപ്പോൾ അത് തെറ്റല്ലേന്ന് ഞാൻ തന്നെ ആക്ച്വലി എൻ്റെ മാനേജേഴ്സിൻ്റെ അടുത്തോ ഫൗണ്ടേഴ്സിൻ്റെ അടുത്തോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഗേവ് മീ ദ റീസണിങ് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഇൻ ടോട്ടൽ ഉള്ളത് 8 എംപ്ലോയീസ് ആണ്. ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ ഞങ്ങൾ 5 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 5 പേരാണ് ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസും റൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാം പ്രോപ്പറായിട്ടോ നടക്കുന്നതെന്ന് എൻഷുർ ചെയ്യുന്നതും. അപ്പോൾ ആ ഹയർ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ആവശ്യത്തിനുള്ള കംഫർട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഫൗണ്ടേഴ്സിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതിൽ അറ്റ്ലീസ്റ്റ് മെഹർ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, വട്ട് യു ഗെറ്റ് പെയ്ഡ് ഫോർ ഇസ് ഫോർ യുവർ വർക്ക്. അത് നോൺ പ്രോഫിറ്റ് ആയതുകൊണ്ട് ചെറിയ കാശ് കൊടുത്ത് ഒരു റാൻഡം ഇൻഡിവിജ്വലിനെ ഹയർ ചെയ്താൽ ഇത് ഈ എഫക്റ്റീവ്നെസ്സിൽ ഒരിക്കലും ഓടില്ല. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് ഫണ്ടമെൻ്റലി ഒരു കംഫർട്ടിൽ ലിവ് ചെയ്യാനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള സാലറി കൊടുത്ത് ആ ഇൻഡിവിജ്വൽ ഒരു പ്രോപ്പർ മെൻ്റൽ സ്പേസിലാണെങ്കിൽ ദേ ക്യാൻ ഗിവ് ദർ ഫുൾ പൊട്ടൻഷ്യൽ. ആൻഡ് ഐ എം അവെയർ കി ഹാവ് ഓൾവേസ് ഗിവൺ മൈ ഫുൾ പൊട്ടൻഷ്യൽ. സോ ഒന്ന് നോൺ പ്രോഫിറ്റിൽ വർക്ക് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഞാൻ പണ്ട് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഒരു ഗ്രാമത്തിൽ മറ്റേ ഓഡിറ്റ് അങ്ങനെ ആയിരുന്നു. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. നോൺ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റ് ഉണ്ടാക്കില്ല എന്നതാണ്. ഒരിക്കലും ടിങ്കറബ് ഒന്നിനും ചാർജ് ചെയ്യാറില്ല. ഇവിടെ വരുന്ന സ്റ്റുഡൻസ്, ഇപ്പം ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ടിങ്കർ സ്പേസിലാണ്. ടിങ്കർ സ്പേസ് 24/7 ഓപ്പൺ ആണ്. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ഒന്നിനും എന്താ പറയുക പൈസ സ്പെൻഡ് ചെയ്യരുത് എന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദ ഫിലോസഫി ഓഫ് ടിങ്കറബ് ഇസ് ആൾക്കാരും നോളജും തമ്മിൽ ഒരു പേ വോൾ ഒരിക്കലും ഉണ്ടാവരുത്, ഓർ ആൾക്കാരുടെയും നോളജിൻ്റെ ഇടയിൽ ഒരു രീതിയിലുള്ള ഗ്യാപ്പും ഉണ്ടാവരുത് എന്നുള്ളതാണ് ലോജിക്ക്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒന്നിനും പേ ചെയ്യാറില്ല, ഒരു പ്രോഗ്രാംസിനും പേയ്മെൻ്റ് ഒന്നുമില്ല. സോ പ്രോഫിറ്റ് ഒന്നിലും ഉണ്ടാവുന്നില്ല. ഇറ്റ്സ് എൻറ്റയർലി റണ്ണിങ് ഓൺ ഡൊണേഷൻ. ബട്ട് വർക്കിംഗ് അറ്റ് എ നോൺ പ്രോഫിറ്റ് you're not getting bare minimum. You get paid enough to live a comfortable life. Yeah. അപ്പോൾ ഈ ടിങ്കർ ഹബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി അല്ലേ? അപ്പോൾ അത് ശരിക്കും ഒരു സ്റ്റുഡൻസിനായിട്ടുള്ള കമ്മ്യൂണിറ്റി തന്നെയാണോ? അല്ല, ഇപ്പം ഫിലോസഫിക്കലി ലൈഫിലെല്ലാവരും സ്റ്റുഡൻസ് ആയതുകൊണ്ട് അതൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് പറയാം. ബട്ട് ടിങ്കർ ഹബിന് ബേസിക്കലി 3 ലെവൽസ് ഓഫ് മെമ്പർഷിപ്പാണ് ഉള്ളത്. ഒന്ന് കുട്ടി മേക്കേഴ്സ്, യങ് മേക്കേഴ്സ്, ഫ്രണ്ട്സ് ഓഫ് ടിങ്കർ ഹബ്. കുട്ടി മേക്കേഴ്സ് 7 തൊട്ട് 17 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക്കലി സ്കൂൾ പ്രായം അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസാണ് അതിൽ നടക്കുക.
ടിങ്കറബിൻ്റെ മേജർ ചങ്ക് ഓഫ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉള്ളത് യങ് മേക്കേഴ്സിലാണ്, വിച്ച് ഇസ് എഫക്റ്റീവ്ലി കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഫ്രണ്ട്സ് ഓഫ് ടിങ്കറബിലാണ് ഇടുന്നുണ്ടാവുക. സോ ബേസിക്കലി ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ടിങ്കറബിൻ്റെ പാർട്ടായിട്ടുള്ളത്. അപ്പം എസ്പെഷ്യലി സ്പേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന സെറ്റ് ഓഫ് ആൾക്കാർ എഫക്റ്റീവ്ലി കോളേജിൽ പഠിക്കുന്ന കുട്ടികളാവണമെന്നില്ല. ഒരു ടൈമിൽ ഇവിടെ മെജോറിറ്റി വന്നുകൊണ്ടിരുന്നത് കോളേജ് കഴിഞ്ഞ് എന്തെങ്കിലും റാൻഡം പ്രൊജക്റ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട്, ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നത് ഇവിടെ വന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഫിഗർ ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കരിയർ ബ്രേക്കുള്ള വിമൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ജോബ് പകുതി വെച്ച് നിർത്തി ഒരു കരിയർ സ്വിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാവുന്ന ആൾക്കാർ ഇവിടെ വന്ന്, അറിയാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ട്രിവാൻഡ്രത്തു നിന്ന് ഇവിടെ സാറ്റർഡേയ്സ് ബസ്സോ ട്രെയിനോ പിടിച്ച് വന്ന് ഓവർനൈറ്റ് സാറ്റർഡേയും സൺഡേയും സ്പെൻഡ് ചെയ്ത് സൺഡേ വൈകിട്ട് ഇവിടെ പോകുന്ന സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്. 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓബ്വിയസ്ലി കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. അടുത്താണ് ക്യുസാറ്റോ എസാറ്റോ ഒക്കെ ഉള്ളത്. അവിടുത്തെ കോളേജ് സ്റ്റുഡൻസ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ആണെന്ന് ചോദിച്ചാൽ ഇൻ എ വേ യെസ്, ബിക്കോസ് ടിങ്കറബ് ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി എന്നതിലുപരി ഇറ്റ്സ് എ ലേണിംഗ് കമ്മ്യൂണിറ്റി. ഇവിടെ വരുന്ന ആൾക്കാർ പഠിക്കാനാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ലിമിറ്റില്ല, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. എനിവൺ ഹു വാണ്ട്സ് ടു ലേൺ ദേ ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. സോ നിങ്ങളിപ്പോൾ കുറേ ഇതിൽ വർക്ക് ചെയ്തല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ടിങ്കറബിൽ വന്നതിന് ശേഷമുള്ള ബെനിഫിറ്റ്സോ ലൈക്ക് പ്ലസ് പോയിൻറ്റ് പിന്നെ ഒരു ഡിഫറൻസ്, എൻവയോൺമെൻ്റ് ഒക്കെ നല്ല ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു എ ലോട്ട് ഓഫ് എൻ്റേന്ന് മാത്രമല്ല എല്ലാവരുടെയും ആസ്പിറേഷൻസ് വെൻ ഐ ബാക്ക് ട്രാക്ക്, പേരൻസിന് നമ്മുടെ മുകളിലുള്ള ഓർ നമുക്ക് തന്നിട്ടുള്ള വേൾഡ് വ്യൂ ഓർ നമ്മളുടെ ഫ്രണ്ട്സോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലോ കാണുമ്പോൾ എനിക്കും അതുപോലെ വേണമെന്ന് തോന്നിയിട്ടാണ് ആ ആസ്പിറേഷൻസ് ബിൽഡ് ആവുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്കും അറിയാം നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളത് ക്യാൻ ഹ്യൂജ്ലി ഡിപ്പെൻഡ് ഓൺ വാട്ട് യു ഹാവ് സീൻ. അതെല്ലാത്തിലും ആ എക്സാമ്പിൾ ആ പോയിൻ്റ് വാലിഡാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങൾക്കിപ്പോൾ ഞാൻ എന്താ പറയുക, സോ ജനറലി വിമൻ ഇൻ ടെക്കിൽ വർഷ ഉണ്ട്. വർഷ ഇവിടുത്തെ വിമൻ ഇൻ ടെക് ലീഡായിരുന്നു. ഷീ ഇസ് സമ്മൺ വിമൻ ക്യാൻ എന്താ പറയുക, എനി ഗേൾ ഐ വുഡ് സീ എന്താ ഒരു ഇൻസ്പിറേഷണൽ ഫിഗറായിട്ട് കാണാൻ പറ്റുന്നൊരു ഇൻഡിവിജ്വലാണ് വർഷ. അപ്പോൾ വർഷേനെ ഞാനൊരു ഇൻസ്പിറേഷൻ ഫിഗറായിട്ട് വയ്ക്കുകയാണെങ്കിൽ എവരി വൺ വിൽ ലുക്ക് അപ്പ് ടു വർഷ. ഇഫ് ഐ എം പ്ലേസിങ് സമ്മൺ എൽസ്, ആ ഇൻഡിവിജ്വലിനായിരിക്കും ബെഞ്ച് മാർക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു ഇൻഡിവിജ്വലിനെ പ്ലേസ് ചെയ്ത് തന്നാൽ അതായിരിക്കും നിങ്ങളുടെ ബെഞ്ച് മാർക്ക്. മേ ബി സ്കൂൾ ആൻഡ് കോളേജ് ടൈമിൽ എൻ്റെ അച്ഛൻ സയൻറ്റിസ്റ്റാണ്, എൻ്റെ അമ്മ ആക്ച്വലി പ്രൊഫസറാണ്. ആൻഡ് മെജോറിറ്റി ഓഫ് മൈ റിലേറ്റീവ്സ് ആർ എംപ്ലോയിഡ്. ആൻഡ് അവരുടെ എല്ലാവരുടെയും ജോബ് എക്സ്പീരിയൻസ് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഏത് ജോബ് ഞാൻ എടുക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ. ആൻഡ് എനിക്കൊന്ന് ത്രൂ ഔട്ട് സ്കൂൾ ടൈം ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ള TV ഷോ ഇതായിരുന്നു, ഷാർക്ക് ടാങ്ക് ആയിരുന്നു. അപ്പം ഷാർക്ക് ടാങ്ക് കാണുന്നതിന് പാരലായിട്ട് ഞാൻ അക്രോസ് ഇന്ത്യ ഏതൊക്കെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഓർ കമ്പനി ഫൗണ്ടേഴ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് കുറേ പേരെ ഞാൻ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ChatGPT അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യുന്നത് അങ്ങനെ ഭയങ്കര കോമൺ അല്ല. അപ്പോൾ ഞാൻ കുറേ പേരുടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന എനിക്ക് അറ്റൻഷൻ ഇൻ ജനറൽ ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ വെൻ പീപ്പിൾ ബി ലൈക്ക് ഒത്തിരി അറ്റൻഷൻ തരും, സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ്സ് എ ഗുഡ് തിങ് ഓർ ബാഡ്, ബട്ട് എൻ്റെ മൈൻഡിലുള്ള ഇമേജ് ഓഫ് എ ഫൗണ്ടർ യൂസ് ടു ബി ദാറ്റ്. അപ്പം മാനേജറിനോ ഓർ CEO എന്ന റോളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് ആവണം എന്നുള്ളത്. അപ്പം എൻ്റെ മൈൻഡിലുള്ള ട്രജക്ടറി ബിൽഡായി വരുന്നത് ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ എനിക്ക് തരുന്ന ഇൻപുട്ടിൽ നിന്നാണ് അത് ബിൽഡ് ആവുന്നത്. അപ്പം എൻ്റെ തോട്ട് വാസ് ഓക്കെ, കോളേജിൽ ഇലക്ട്രോണിക്സ് പഠിക്കുക, മാക്സിമം ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഇൻറ്റേൺഷിപ്പ് പല പല ഡൊമൈൻസ് ചെയ്താൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഏതൊക്കെ ഡൊമൈനിൽ എന്തൊക്കെ നടക്കും എന്നുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഓക്കെ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാർക്കറ്റിങ്ങും സെയിൽസും ആണ്. ബിക്കോസ് എനിക്ക് ക്ലയൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൽ കുറച്ചധികം ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാം.
എന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴും മാക്സിമം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നെറ്റ്വർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ കയറിയത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് റോളിലോട്ടാണ്. എന്നിട്ട് ഹെഡ് ഓഫ് കസ്റ്റമർ സക്സസ് ഒരു സെയിൽസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അടുത്ത എൻ്റെ സ്റ്റെപ്പ് ഷുഡ് ഹാവ് ബീൻ സെയിൽസ് ഹെഡായിട്ട് ഒരു MNCയിൽ വർക്ക് ചെയ്യണം എന്നതായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയിൽ ടിങ്കർ വാസ് എൻ അൺകൺവെൻഷണൽ പാത്ത് ദാറ്റ് ഐ ചോസ്. ബിക്കോസ് സെയിൽസിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ വൺ തിങ് ഐ റിയലൈസ്ഡ് വാസ് എൻ്റെ റോൾ വാസ് മോർ അറൗണ്ട് ഹെഡ് ഓഫ് കസ്റ്റമർ സക്സസ് എന്ന റോള് എഫക്റ്റീവ്ലി മീൻസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റ് കംഫർട്ടബിൾ ആണോ എന്നതാണ് ബേസിക്കലി. നിങ്ങൾക്ക് പേർക്സോ ഫീച്ചേഴ്സോ പുതിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇസ് ബേസിക്കലി ഒരു സാസ് ബേസ്ഡ് പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഈ എന്താ പറയുക ബാങ്കിൽ നിന്നൊക്കെ കോൾ വരുമല്ലോ, നിങ്ങൾക്ക് വരുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് പാരൻസിനൊക്കെ വരുമായിരിക്കും. ബട്ട് ഈ ക്രെഡിറ്റ് കാർഡ് വേണോ എക്സെട്ര എക്സെട്ര. അപ്പോൾ അത് കോൾ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഏജൻസ് എന്നാണ് ആ സെറ്റ് ഓഫ് ആൾക്കാരെ പറയുക. അപ്പോൾ അതൊരു 10, 400, 500 ആൾക്കാരൊരു വലിയ റൂമിലിരുന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവർ വിളിക്കുന്നത് ചില സമയത്ത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് മാനേജേഴ്സിന് ഒരു ടൈമർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഡയൽ ചെയ്യണ്ട, മാനേജർ ഒരു എക്സൽ ഷീറ്റിനകത്ത് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു എക്സൽ ഷീറ്റിനകത്ത് വിളിക്കേണ്ട സെറ്റ് ഓഫ് ആൾക്കാരെയും അവരുടെ നമ്പറും കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു കോള് പോവും, നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ടൈമർ കാണിക്കും, ആ ടൈമർ തീരുന്നതിന് മുമ്പ് അടുത്ത കോള് പോവും. അങ്ങനെ അതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഏജൻസിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കും, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചർ വേണോ എന്നൊക്കെ സംസാരിക്കും. പക്ഷേ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ പെയിൻ പോയിൻറ്റ്സ് ഞാൻ അറിയുന്നുണ്ട്, ഇവരുടെ പെയിൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവരെവിടെയാണ് സ്റ്റക്ക് ആവുന്നുണ്ടെന്നുള്ളത് എന്നെ ബോധറിയിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ മാനേജേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അവർക്ക് അവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ കുറേ സംസാരിക്കുമ്പോൾ അവർ പറയും. അപ്പോൾ അതൊക്കെ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എന്നെ ഒത്തിരി ബോധർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ ആക്ച്വലി ഇതാണോ എനിക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ എന്നൊക്കെ ഞാൻ ആലോചിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ്. ആൾക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് അത് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഫീച്ചറാണ്, അതെൻ്റെ റിയാലിറ്റിയാണ്. സോ വർക്കിംഗ് അറൗണ്ട് പീപ്പിൾ ഇസ് സംതിങ് ഐ എൻജോയ് ഡൂയിങ് ആൻഡ് ഐ ഫീൽ കംഫർട്ടബിൾ ഡൂയിങ്. അപ്പോൾ ആ ടൈമിൻ്റെ ഇടയ്ക്കാണ് ആക്ച്വലി ടിങ്കർ ഹബ് വരുന്നത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദിസ് ഇസ് എ കമ്മ്യൂണിറ്റി. ഞാൻ ടിങ്കർ ഹബിൽ വന്നത് ഒരു 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് തന്ന 2 പ്രൊജക്റ്റ് കഴിഞ്ഞ് പോകാം എന്നതായിരുന്നു എൻ്റെ തോട്ട്. ബട്ട് ദെൻ ഐ വാസ് എൻജോയിങ് വാട്ട് ഐ വാസ് ഡൂയിങ്, സോ ദെൻ ഐ കെപ്റ്റ് ഗോയിങ് എന്നതാണ്. സോ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് മേ ബി ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവ് എന്ന് നോക്കുകയാണെങ്കിൽ ആം ഐ ഡൂയിങ് സംതിങ് നാട്ടുകാർക്ക് എന്താ ഒരു കമ്പനിയുടെ എന്താ പറയുക സോ കോൾ കമ്പനിയുടെ മാനേജർ അല്ല ഞാൻ. ബട്ട് ഇൻ എ വേ എന്താ പറയുക ഇടയ്ക്ക് പത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ പേര് വരും എന്നുള്ളത് വേറൊരു റിയാലിറ്റിയാണ്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ മച്ച്. ബട്ട് ഇതാണ് ഞാൻ ഗൂഗിളിൻ്റെ എന്താ പറയുക എന്തെങ്കിലും മാനേജറാണോ എന്നത് നോ, അത് മാത്രമേ ഉള്ളൂ. സോ പ്രൊഫൈലിൽ അങ്ങനെ ഒരു ബിഗ് കമ്പനി നെയിം ഇല്ലാത്തത് മാത്രമായിരിക്കാം ഞാൻ ഇപ്പോൾ എന്താ പറയുക ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുക. മേ ബി കമ്പനി നെയിമും അല്ല, മേ ബി ഞാൻ ഹയർ സ്റ്റഡീസിന് പോയിട്ടൊരു എന്താ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിലൊരു എഡ്യൂക്കേഷൻ ഇസ് സംതിങ് ദാറ്റ് ഐ ലാക്ക് ഇൻ മൈ പ്രൊഫൈൽ വിച്ച് ഐ വിൽ ഡു എഫക്റ്റീവ്ലി. സോ മേ ബി അത് മാത്രമായിരിക്കാം സോഫാർ എൻ്റെ കരിയറിൽ. ബട്ട് മേ ബി ഇതൊരു 4-5 months മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചധികം ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞേനെ. ബട്ട് അറ്റ് ദ മൊമെൻറ്റ് I have കുറേ കൂടെ ബെറ്റർ പെർസ്പെക്റ്റീവ് അബൌട്ട് ലൈഫ് ഇൻ ജനറൽ. സോ യാ. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ചേച്ചീൻ്റെ ഇതിൽ വുമൻസ് കുറവാണെന്നെ. അപ്പോൾ ഈ എന്താണ് ജനറലി ഗേൾസിന് എന്താ അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? സോ ഞാൻ പേഴ്സണലി വർക്ക് ചെയ്ത ടീംസിൽ ഗേൾസ് കുറവായതുകൊണ്ട് എനിക്ക് ആ എൻവയോൺമെൻറ്റിൽ ഞാനൊരു സേഫ് സ്പേസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു ഗേളും കൂടെ ഒരു വുമൺ കമ്പാനിയൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലൈഫ് വുഡ് ഹാവ് ബീൻ ഈസിയർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റീവ്ലി അങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലാത്ത കേസിൽ വാട്ട് ഐ ഡു ഇസ് ഓർഗിനോ കമ്പനിക്കോ പുറത്ത് ഐ ട്രൈ ടു മേക്ക് എന്താ പറയുക കമ്പാനിയൻസ് ഹൂം ഐ ക്യാൻ ടോക്ക് ടു. എസ്പെഷ്യലി ഇവിടെ ഇപ്പം ടിങ്കർ ഹബിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ
ഐ ഗോ ഫോർ റാൻഡം എന്താ കോഫി ഡേറ്റ്സോ ചായ കുടിക്കാനോ ഒക്കെ വിത്ത് ആൾക്കാർ ഹൂം ഐ കണക്ട് വിത്ത് മേ ബി ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിക്ക് മീറ്റ് ചെയ്ത സെറ്റോ ഓഫ് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ അതെങ്ങനെ പറഞ്ഞുതരണം എന്ന് എനിക്കറിയില്ല, ബട്ട് ദർ ഇസ് എ സോഫ്റ്റ്നെസ് ടു ദ കോൺവെർസേഷൻ. എനിക്കത് കുറച്ചും കൂടെ കോൺവെർസേഷൻസ് വളരെ എംപത്തറ്റിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. വർക്കിങ്ങിന് ടീം വേർ ദർ ആർ മോർ മെൻ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബിക്കോസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് ആർ അണ്ടർ മെയിൽ മാനേജേഴ്സ് ഓർ എൻ്റെ കൂടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഹാവ് ബീൻ മെൻ ആൻഡ് ദേ ഹാവ് ബീൻ ഹസിൽ മെൻറ്റാലിറ്റി ഭയങ്കര കൂടുതലാണ് എന്നതിലുപരി കോൺവെർസേഷൻസ് വളരെ എമ്പതി കുറവാണെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമില്ല, ബട്ട് ദെൻ ഒരു സോഫ്റ്റ്നെസ് ഇല്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാങ് ഔട്ട് വിത്ത് റാൻഡം പീപ്പിൾ അലോട്ട് ഹു ആർ നോട്ട് സോ റാൻഡം എനിമോർ. അപ്പോൾ ഇപ്പം ടിങ്കറബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തിട്ട് ആക്ച്വലി 2 years ആയി. അപ്പം ഇവിടെ മൂവ് ചെയ്തതിന് ശേഷം അഞ്ജു ഉണ്ട്, ഇവിടുത്തെ ബോർഡ് മെമ്പറാണ്. അഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ജുവിൻ്റെ വീട്ടിൽ ഞാൻ പോയി കുറേ സംസാരിക്കാറുണ്ടായിരുന്നു. ലീനിൻ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഷെറിൽ സാൻബർഗിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. പുള്ളിക്കാരി ഒരു ബിഗ് ഷോട്ടാണ് ഫേസ്ബുക്കിലേക്ക്. അപ്പം അഞ്ജു എന്നെ ലീനിനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തുള്ള കുറേ പേരെ ഞാനങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്യം എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ സുമിയുണ്ട്. സുമിയുടെ അടുത്തുള്ള കോൺവെർസേഷൻസ് ആർ വെരി പേഴ്സണൽ കോൺവെർസേഷൻസ് ആണ്. പിന്നെ ഐ തിങ്ക് റീസെൻ്റ്ലി ജൂലിയനുണ്ട്, റെവാഗോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഫൗണ്ടറാണ്. അപ്പോൾ ജൂലിയന ഈസ് എമംഗ് ദ മോസ്റ്റ് റിലേറ്റബിൾ ഇൻഡിവിജ്വൽസ് ഐവ് മെറ്റ് റീസെൻ്റ്ലി. പേഴ്സണൽ ലൈഫിൽ കുറേ സിമിലാരിറ്റീസ് ആണ്. അപ്പം ഉള്ളിടത്ത് ഇരുന്ന് കുറേ നേരം സംസാരിക്കാം. മേ ബി ആ സംസാരിച്ചൊരു പോയിന്റ് എത്തുമ്പോൾ വി സ്റ്റാർട്ട് ഡിസ്കസിങ് വർക്ക് ഓൾസോ. ബട്ട് ദെൻ ആ കോൺവെർസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനൊരു സേഫ് സ്പേസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർ KSUമിൽ മുബീനയുണ്ട്. മുബീന അവിടുത്തെ വിമൻ എന്താ പറയുക, എൻ്റെ വിങ് മാനേജ് ചെയ്യുന്നത് ആക്ച്വലി മുബീനയാണ്. മുബീനയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ആ കോമ്പൻസേഷൻ ഇസ് എ ഹാക്ക് ദറ്റ് ഞാൻ പേഴ്സണലി കണ്ടുപിടിച്ചതാണ്. വൺ തിങ്, ബീയിങ് എ വുമൺ ലീഡർഷിപ്പിലോട്ട് വരുന്നതിന് ഒരു ഹിൻഡ്രൻസ് അല്ല ഞാൻ പറഞ്ഞത്, ബട്ട് വൺ തിങ് യു ഹാവ് ടു ബി അവെയർ ഓഫ് ഇസ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാം ദാറ്റ് ആ ടീമിൽ ഒരു ഫീമെയിൽ കമ്പാനിയൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലൈഫ് വുഡ് ഹാവ് ബിൻ ഈസിയർ എന്നുള്ളത്. ബട്ട് എഫക്റ്റീവ്ലി അത് ഇല്ല എന്നുണ്ടെങ്കിലും തിങ്ക് ഫ്രം ദി ഓർഗ് ഓർ കമ്പനി പെർസ്പെക്റ്റീവ്. യു ആസ് എ വുമൺ ആ ടീമിലോട്ട് കൊണ്ടുവരുന്ന വാല്യൂസ് ആർ വെരി ഡിഫറെൻറ്റ്. അത് യുവർ മെയിൽ കൗണ്ടർ പാർട്ട് ക്യാൻ നെവർ ബ്രിങ് ഇൻ. ദർ ഇസ് എ sense of empathy or togetherness or whatever that you bring in, and obviously ഒരു female perspective will be very different from a male perspective. അപ്പോൾ ആ ടീമിനോ ഓർഗിനോ ഒരു വുമൺ വേണം എന്നുള്ളത് ഇസ് എ നെസസിറ്റി ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ആർ ഹെൽഡ് അക്കൗണ്ടബിൾ. നിങ്ങൾ തന്നെ അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യണം ദാറ്റ് നിങ്ങളോട് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളത്. ആ റിയാലിറ്റിയോടെ കീപ്പ് ചെയ്തതിന് ശേഷം യു ക്യാൻ ഫൈൻഡ് ഹാക്സ് ദാറ്റ് ഹെൽപ്പ് യു അറൗണ്ട്. അറ്റ്ലീസ്റ്റ് ടിങ്കറബിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ടൈമിൽ ഞാൻ മെഹറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐ നീഡ് ഒരു ടീം വേർ ദർ ഇസ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മെൻ ആൻഡ് വിമൻ. അപ്പം മെഹർ എന്നോട്, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് കോൺവെർസേഷൻ, ഇവിടെ ആക്ച്വലി 50-50 ആണ് മെൻ ആൻഡ് വിമൻ. ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ദർ വർ 3 guys and 3 girls. അപ്പോൾ ദാറ്റ് സംതിങ് ഐ ആസ്ക്ഡ് ഫോർ. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് എന്താ പറയുക ഫ്രീഡം ടു ടെൽ മേർക്ക് അടുത്ത എന്താ പറയുക ഹയർ ഫോർ ദിസ് പെർട്ടിക്കുലർ റോൾ വിമൻ ആകുന്നതായിരിക്കും മേ ബി ബെറ്റർ എന്ന് എനിക്ക് ആക്ച്വലി പറയാനുള്ള ഫ്രീഡം ഉണ്ട് മേറിൻ്റെ അടുത്ത്. സോ വൺ തിങ്, നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആൻഡ് ഡു ദാറ്റ്. അല്ലാതെ ഇറ്റ്സ് ഈവൻ ഇഫ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗിലോ ടീമിലോ വിമൻ ഉണ്ടെങ്കിൽ കൂടെ പുറത്തത് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പണ്ട് ഏറ്റവും അധികം എന്താ പറയുക നടത്തുന്ന പ്രോഗ്രാംസിലൊന്നാണ് ഹൗ ടു നെറ്റ്വർക്ക്, പ്രൊഫൈൽ ബിൽഡിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം. സോ അതൊക്കെ സ്കില്ലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെ പഠിപ്പിക്കണം എന്ന് മേ ബി എനിക്കറിയില്ല. ബട്ട് ഹാവിങ് കോൺവെർസേഷൻ ആൻഡ് ആക്ച്വലി ബീയിങ് കമ്പാഷനേറ്റ് ടു പീപ്പിൾ അറൗണ്ട് is something everyone can learn irrespective of gender. So yeah, women in leadership വരുന്ന ഒന്ന് ഇതാണ്, try to make
ഫ്രണ്ട്സ് എമംഗ് വിമൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓർഗ്, എസ്പെഷ്യലി ഓർഗിനകത്തില്ലെങ്കിൽ ട്രൈ മേക്കിംഗ് ഇറ്റ് ഔട്ട്സൈഡ്. രണ്ട്, ദിസ് ഇസ് നോട്ട് ഫോർ ജസ്റ്റ് വിമൻ, ബട്ട് പേഴ്സ്പെക്റ്റീവ്സ് ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടോക്ക് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ, അഗെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, എല്ലാ ആൾക്കാരുടെ അടുത്തും കുറേ സംസാരിച്ച് സ്വന്തമായിട്ടും കുറേ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പേഴ്സ്പെക്റ്റീവ്സ് ബിൽഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൺ അമംഗ് മൈ മെൻറ്റേഴ്സ് എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു റൂമിൽ വെൻ ദർ ഈസ് എ കോൺവെർസേഷൻ ഹാപ്പനിങ്, എന്താ പറയുക, ആ കോൺവെർസേഷനിൽ പാർട്ടേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ സൈലൻ്റായി പോകുമ്പം ആദ്യമൊക്കെ എനിക്ക് ഫോണിൽ മെസ്സേജ് അയക്കും, ടോക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഈതം ഞാൻ ആ മെസ്സേജ് കണ്ടില്ലെങ്കിലോ ഞാനൊന്നും സംസാരിച്ചില്ലെങ്കിലോ എനിക്ക് അറിയാവുന്ന സെറ്റ് ഓഫ് ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഹിൽ ലൈക്ക് അരുന്ത് അടുത്ത താങ്കൾ സംസാരിക്കുക എന്ന് പറയും. അപ്പം ദാറ്റ് ഈസ് റിയലി ഹെൽപ്ഡ്. വൺ അതർ അഡ്വൈസ്, ഇതൊക്കെ എന്താ പറയുക, സിറ്റുവേഷണൽ അഡ്വൈസസ് ആണ്. ഓൾവേസ് ഹാവ് എ സ്പോട്ട് ഇൻ ഇറ്റ്. എന്താ പറയുക, ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഓൾവേസ് എൻഷുർ ദാറ്റ് നിങ്ങൾ പോയിന്റ് പ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെ വൺ മേജർ തിങ് ഇസ് ട്രീറ്റ് എവറി വൺ ഈക്വലി. മീൻസ് എന്താ പറയുക, നിങ്ങളാണ് മാനേജർ, നിങ്ങളുടെ താഴെ ഒരു ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈക്വലായി കാണുന്നത് ഇസ് ഈസി. ആക്ച്വലി നിങ്ങളുടെ മാനേജറിനെ ഈക്വലായി കാണുന്നത് ഇസ് സംതിങ് ദാറ്റ് ഐ റിയലി റിയലി സജസ്റ്റ്. ദാറ്റ് സംതിങ് ഐ ഹവ് ഡൺ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാനേജേഴ്സിനെയൊക്കെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഞാൻ സംസാരിക്കുമ്പം ഓപ്പൺ കോൺവെർസേഷൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്തിട്ടില്ല. ആ ഇൻഡിവിജ്വൽ എന്നെക്കാട്ടിലും ഒരു ഹൈറാർക്കിയിൽ ഹയർ പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ദർ ആർ തിങ്സ് ഐ ഷുഡ് നോട്ട് ടോക്ക് അബൌട്ട്. മെജോറിറ്റി ഓഫ് ദ ടൈംസ് ഐ ഹവ് ബിൻ വെരി ഓപ്പൺ അബൌട്ട് ഹൗ ഐ ഫീൽ അബൌട്ട് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ്. സോ നിങ്ങൾ മെൻ്റലി എങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി ഡീൽ ചെയ്യുന്നതായിരിക്കും വൺ അതർ അഡ്വൈസ്. സോ ഇൻ യുവർ പോയിൻ്റ് ഓഫ് വ്യൂ, ടെക്നിക്കൽ സ്കില്ലാണോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ ലൈക്ക് ഒരു കുറച്ചുകൂടി മേലെ നിൽക്കുന്നത് ആൻഡ് ബെസ്റ്റ്? ടെക്നിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് ഞാൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യില്ല. ഒന്ന് ആൾക്കാരോട് ഞാൻ ടിങ്കറപ്പ് ഇൻ ജനറൽ നമ്മൾ പറയുന്നത് ബിൽഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ കോൺസെപ്റ്റ് ഇത് രണ്ടും വളരെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ല് വേണ്ടത് എന്തിനാണ്? കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ. കാര്യങ്ങൾ എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത്? എഫക്റ്റീവ്ലി ഇതർ നിങ്ങൾക്കൊരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിലാണ്. സോ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടേതല്ലാത്തൊരു പ്രശ്നമാണ് വെച്ചാൽ ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അവർക്ക് എന്ത് പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന്. സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വിമൻ സേഫ്റ്റി ആപ്പ് ഉണ്ടാക്കണം. ഞാൻ ആ എക്സാമ്പിൾ പറയുന്നതിൻ്റെ റീസൺ ഇസ് കുറേ ആപ്പ് അങ്ങനെ ഗേൾസ് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളത് ഉണ്ടാക്കുന്നത്? ബിക്കോസ് ഗേൾസിന് സേഫ്റ്റി ഇഷ്യൂ ഉണ്ടെന്നുള്ള റിയാലിറ്റി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോ നിങ്ങളത് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഫീച്ചർ വേണം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഒത്തിരി ഗേൾസിൻ്റെ അടുത്ത് സംസാരിക്കണം. നിങ്ങൾക്ക് ആ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ്. ബട്ട് ഗിവൺ ദ സെയിം നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം മാത്രം ആയിരിക്കില്ല മേ ബി പ്രശ്നം. കുറേ അധികം ഫീച്ചേഴ്സ് അതിനകത്ത് വേണ്ടി വരുന്നുണ്ടാവാം. ബട്ട് അതറിയണമെങ്കിൽ നിങ്ങൾ മാക്സിമം ആൾക്കാരോട് സംസാരിക്കണം, മാക്സിമം വിമൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പോൾ അത് കോൺവെർസേഷനാണ്. അതിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് എനിക്ക് ആക്ച്വലി പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ഐ ടോക്ക് ടു പീപ്പിൾ ഒത്തിരി. നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ ഇതിന് മുന്നേ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ നേച്ചറിലുള്ളതാണ് ആൾക്കാരോട് സംസാരിക്കാൻ. അപ്പം ഒരു പോഡ്കാസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ, കൺസേൺ ഉണ്ടോ, നിങ്ങൾക്ക് ആക്ച്വലി എന്നെപ്പറ്റി എന്താ അറിയേണ്ടത് എന്നൊരു കോൺവെർസേഷൻ എടുക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്താ അറിയേണ്ടത്, എനിക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് ആക്ച്വലി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് എന്നുള്ളത്. ഈ സെയിം സാധനമാണ് ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോഴോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ അത്രയും ഏജൻസിൻ്റെ അടുത്ത് ഞാൻ ഇരുന്ന് അവരുടെ പ്രശ്നം കേൾക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഈ ഫീച്ചറും കൂടെ ആവശ്യം വരുമായിരിക്കും, അവർക്ക് ഈ ഫീച്ചറും കൂടെ ആവശ്യം വരുമായിരിക്കും. എന്നിട്ട് ഞാൻ ടെക് ടീമിൻ്റെ അടുത്ത് പോയി സംസാരിക്കും, നമുക്ക് ഈ ഫീച്ചറും കൂടെ ഉണ്ടാക്കി കൊടുത്തൂടെ, ഈ ഫീച്ചറും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമോ എന്നൊരു കോൺവെർസേഷൻ നടക്കുന്നത്. അപ്പം എൻ്റെ അറിവിൽ ഇതെല്ലാം ആക്ച്വലി ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ആൾക്കാരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്നതും എൻഗേജ് ചെയ്യുന്നതും ഒരു നെസസിറ്റിയാണ്. അപ്പോൾ ആ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ കുറേ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക് ഒരു ടൂളാണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ചിലത് നിങ്ങൾക്ക് അല്ലാതെയും ബിൽഡ് ചെയ്യാം.
ബട്ട് ചിലതിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ല് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സ്കിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ജേണിയാണ്. ഫ്രം ഒരു MNC പെർസ്പെക്റ്റീവിൽ ഈ ഹോൾ ജേർണീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന ക്ലയൻറ്റ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്താ പറയുക സെയിൽസ് പീപ്പിളായിട്ടോ കസ്റ്റമർ സക്സസ് പീപ്പിളായിട്ടോ ഇവരെയും ടെക് ടീമിനെയും കോൺവെർസേഷൻ എന്താ പറയുക ആ കോൺവെർസേഷൻ മര്യാദയ്ക്ക് നടക്കാൻ എൻഷുർ ചെയ്യുന്ന ആൾക്കാരാണ് പ്രൊഡക്റ്റ് മാനേജേഴ്സോ പ്രൊജക്ട് മാനേജേഴ്സോ PMs എല്ലാം ആ റോളിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. മറ്റേ എൻഡിൽ നിൽക്കുന്നതാരാ ആ ടെക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് ഡെവലപ്പേഴ്സോ ഡിസൈനേഴ്സോ ഒക്കെ ആയിരിക്കാം. അപ്പം ഒരു MNCയിൽ കാരണം വരുന്ന ടാസ്ക് അത്രയും ഹ്യൂജ് ആയതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മൾട്ടിപ്പിൾ റോളായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് ഇറ്റ്സ് എ ജേർണി. അപ്പം എല്ലാ സ്കില്ലും ഒരു ഇൻഡിവിജ്വൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾക്ക് വുമൻസിന് എന്തെങ്കിലും ജനറലായിട്ട് അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഒന്ന്, ഞാൻ തിങ്കറബിൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ മൈക്ക് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. അതൊന്നുമില്ല, അതൊരു വീക്ക്ലി ഡിസ്കഷനാണ്. എന്തുകൊണ്ടത് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വിമൻ ഇൻ ടെക് ലീഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെക്കിൽ ഉള്ള എക്സ്പെർട്ടീസ് എനിക്ക് കുറവാണ് എന്നത് എനിക്ക് അറിയാവുന്നൊരു ഫാക്റ്റാണ്. ഗിവൺ ദ സെയിം ഞാൻ ലീഡ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയിലുള്ള വിമൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയണമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾക്ക് 36 ക്യാമ്പസസ് ആയിരുന്നു ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കോളേജിലെ എല്ലാ വിമൻ ഇൻ ടെക് ലീഡ്സിനെയും ഒരു കോളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റ് നടക്കാൻ ഇവരോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്, അങ്ങനെ ചോദിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ എല്ലാ വിമൻ ഇൻ ടെക് പ്രോഗ്രാംസും ആക്ച്വലി അവർ തന്നെ ഡിസൈൻ ചെയ്ത പ്രോഗ്രാംസാണ്. അപ്പോൾ അതിലവർ കോമൺ ആയിട്ട് പറഞ്ഞ തിങ് ഇസ് വിമൻ ലാക്ക് കോൺഫിഡൻസ്. അത് ഞാൻ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് എ ഹാർഷ് റിയാലിറ്റി. കോൺഫിഡൻസ് ഇല്ലാത്ത ഏരിയയും ഞാൻ സ്പെസിഫൈ ചെയ്തു തരാം. ഒരു ജനറൽ ക്രൗഡ് വിത്ത് എല്ലാ ജെൻഡറും എല്ലാ ഏജ് ഗ്രൂപ്പും ഉള്ള ഒരു ക്രൗഡിൽ ടെക്കിനെ പറ്റി ഒരു ഫ്രീ ഫ്ലോ കോൺവെർസേഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള വിമൻ ഭയങ്കര കുറവാണ്. മേ ബി ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സെയിം ലെവൽ ഓഫ് നോളജ് തന്നെ ആയിരിക്കാം, പക്ഷേ വിമൻ ലാക്ക് ദ കോൺഫിഡൻസ് ടു സ്പീക്ക്. ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് ആകാം, അത് ഫിയർ ഓഫ് എംബാരസ്മെൻ്റ് ആകാം, അത് എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഓപ്പൺ മൈക്ക് നടത്തുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയും ഏതെങ്കിലുമൊക്കെ ടെക് ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചാൽ അൾട്ടിമേറ്റ്ലി കുറേ കാര്യങ്ങൾ അവർ പഠിച്ചു എന്നത് ഒരു ഡ്യൂറേഷൻ ഓഫ് 3 മാസത്തിൽ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നത് അവർക്ക് തന്നെ പ്രാക്ടിക്കലി ഫീൽ ചെയ്താൽ പിന്നെ ഒരു ജനറൽ ക്രൗഡിൻ്റെ അടുത്ത് അവർക്ക് പോയി എന്ത് സംസാരിക്കാം. അപ്പോൾ അതൊരു പ്രോഗ്രാം ക്യൂറേഷൻ്റെ റീസൺ അതാണ്. ബട്ട് പ്രശ്നം ഇതാണ്, വിമൻ ലാക്ക് കോൺഫിഡൻസ് എന്നത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അത് എങ്ങനെ സോർട്ട് ചെയ്യാം എന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. വൺ റിയാലിറ്റി യു ഷുഡ് നോ ഇസ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം അത്രയും തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് ഫീൽ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയാണെങ്കിൽ യു വിൽ ട്രീറ്റ് എവരി വൺ ഈക്വൽ. സോ എനിക്ക് ഈ കാര്യത്തിനെ പറ്റി അറിയില്ലേ എന്ന് വിചാരിച്ച ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതോ ഒരു ക്രൗഡിൽ സംസാരിക്കാതിരിക്കുന്നതോ ഡസ് നോട്ട് മേക്ക് സെൻസ്. മേ ബി ആദ്യത്തെ 2 കോൺവെർസേഷനിൽ മിണ്ടാതിരിക്കേണ്ടി വന്നേക്കാം, അവർ പറയുന്നത് ജസ്റ്റ് കേൾക്കാൻ മാത്രമേ. മേ ബി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നാലും അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് ചോദിക്കുന്ന വിമൻ എത്രയുണ്ടെന്നുള്ളത് ഇസ് എ ക്വസ്റ്റ്യൻ. ഇപ്പം ഒരു ജനറൽ ഡിസ്കഷനിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിക്കും എന്നാലും അതെന്താ അങ്ങനെ, എന്നാലും ഇതെന്താ എനിക്കിത് മനസ്സിലായില്ല, ഇതൊന്നും കൂടെ പറഞ്ഞുതരുമോ, ഇത് കുറച്ചും കൂടെ സിമ്പിളാക്കി പറഞ്ഞുതരുമോ. അങ്ങനെ ചോദിക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ എന്നത് കുറേ പ്രാവശ്യം ചോദിക്കുന്നത് ഒരു തെറ്റല്ല, അതൊരു വളരെ നല്ല കാര്യമാണ്, അത് ചോദിക്കാം. സോ ഒന്നതാണ് കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. 2 കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഫ്രം ടിങ്കർ പെർസ്പെക്റ്റീവ് നമ്മൾ എപ്പോഴും പറയുന്നത് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ BCA പഠിക്കുന്നത് കൊണ്ട് യു ആർ ഗുഡ് വിത്ത് സിസ്റ്റംസ് ആൻഡ് കോഡ് ആൻഡ് എവറിത്തിങ്, അറ്റ്ലീസ്റ്റ് തിയറിറ്റിക്കലി. ഇതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് അവിടെയാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം ആക്ച്വലി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ബട്ട് തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, വിച്ച് ഇസ് ഫൈൻ. ബട്ട് ഇത്
നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ ആക്ച്വലി എനിക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ ന്യൂമാൻ കോളേജിലെ കേസിൽ അവർക്കൊന്നും അറിയില്ല. ബയോളജി പഠിക്കുന്ന സ്റ്റുഡൻസാണ് 5 മണിക്കൂർ കൊണ്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിനെക്കാട്ടിലും വേണ്ട, ഇറ്റ്സ് എ സ്റ്റാറ്റിക് വെബ്സൈറ്റ് വിത്ത് കോണ്ടന്റ്. അത് നിങ്ങൾ ബിൽഡ് ചെയ്താൽ തന്നെ ഇറ്റ്സ് എ ബിഗ് ടീം. അങ്ങനെ നിങ്ങൾ എത്ര സാധനങ്ങൾ ബിൽഡ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് 2 കീപ് ബിൽഡിങ്. 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ അടുത്ത് കുറേ സംസാരിക്കുക. ഞാൻ കുറേ സംസാരിക്കും, മേ ബി അത്രയും സംസാരിക്കണ്ട. ബട്ട് ദെൻ ഐ ലവ് പീപ്പിൾ ഇൻ ജനറൽ. ഐ ഡോണ്ട് തിങ്ക് ഓൾ ഇൻഡിവിജ്വൽസ് ആർ ലൈക്ക് മീ. ബട്ട് ഇൻ ജനറൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സ് ഒത്തിരി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് പീപ്പിൾ റീഡ് ലെസ്. ദേ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു ടെഡ് ടോക്കോ ഒരു 1 hour ലോങ് എഡ്യൂക്കേഷണൽ വീഡിയോ ഇരുന്ന് കാണുന്ന ഇൻഡിവിജ്വൽസ് എത്ര ഉണ്ടെന്നുള്ളത് ഹൈലി ക്വസ്റ്റ്യനബിൾ. സോ അറ്റ്ലീസ്റ്റ് ഒരു ഡൊമെയിൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുക. കോൺഫറൻസസിൻ്റെ സ്പീക്കേഴ്സിനെ അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പുറകെ പോയി നിർത്തി സംസാരിക്കുക, വിസിറ്റിംഗ് കാർഡ് മേടിക്കുക, ആ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് മേക്സ് യു ഹാപ്പി അത് എപ്പോഴും സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി എഫക്റ്റീവ്ലി നിങ്ങൾ BCA പഠിക്കുന്നുണ്ട്, അൾട്ടിമേറ്റ്ലി നിങ്ങൾ ജോബ് സീക്ക് ചെയ്യുന്നത് മേ ബി അതിൽ തന്നെ ആയിരിക്കാം. ഗിവൺ ദ സെയിം നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങൾ ലൈഫിലുണ്ടായിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, വർക്കിനോട് പേഴ്സണൽ പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നത് ബിക്കോസ് ഐ എം പാഷനേറ്റ് അബൌട്ട് സംതിങ് ബിയോണ്ട് വാട്ട് ഐ എം ഡൂയിങ് അറ്റ് വർക്ക്. അങ്ങനെ നിങ്ങൾക്ക് പാഷനിൽ എന്തിലാണോ അത് നിങ്ങൾ പാരലലി ചെയ്യുക. അത് തന്നെ നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിയലി ഗുഡ്. ബട്ട് റിയാലിറ്റിയിൽ മേ ബി അത് നടന്നു എന്ന് വരില്ല. ബട്ട് മറ്റേതും പാരലലി ചെയ്യാം. യാ, മേ ബി ദീസ് ആർ ദ അഡ്വൈസസ് ഐ വിൽ ഗിവ്.